ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 14:1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമുണ്ടോ അതോ ഇല്ലയോ? ഞാനൊരു ദൈവവിശ്വാസിയായിരിക്കെ യഥാർത്ഥത്തിൽ ദൈവമില്ലെങ്കിൽ ഞാൻ ഈ ആയുഷ്കാലം മുഴുവനും, അതായത് ദൈവം എനിക്ക് തന്ന ആയുസ്, അത് ഏറിയാൽ 80 അല്ലെങ്കിൽ 70, തിയററ്റിക്കലി, ബട്ട് ഐ ഡോണ്ട് നോ, അത് എത്ര തന്നെ ആയാലും ഞാൻ ആ ആയുസ് മുഴുവൻ നഷ്ടപ്പെടുത്തി. ഞാൻ ഈ ലോക ഇമ്പങ്ങളിൽ മുഴുകാതെ, എൻ്റെ ജഡീക പ്രവണതകളെ പ്രീതിപ്പെടുത്താതെ ഞാൻ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് ഞാൻ എൻ്റെ ജീവിതം അത്രയും വർഷം ഞാൻ പാഴാക്കിക്കുന്നു. നേരെ മറിച്ച് ഞാനൊരു നിരീശ്വരവാദിയാണെന്നിരിക്കെ യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിത്യത നഷ്ടപ്പെടുത്തി. ഈ ലോക ഇമ്പങ്ങളിൽ മുഴുകി ഞാൻ ഈ ലോകത്തിലെ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ ആസ്വദിച്ചു. പക്ഷേ എൻ്റെ നിത്യത ഞാൻ നഷ്ടപ്പെടുത്തി തുടങ്ങി. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഇതിൽ ഏതാണ് ഗൗരവമേറിയത് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ബുദ്ധിപരമായ ഒരു തീരുമാനമെടുക്കാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നിങ്ങൾക്കും ദൈവം ഒരു തീരുമാനമെടുക്കാൻ കൃപ തരട്ടെ. പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.